Hi, hi. Okay, bye, bye. അപ്പോൾ എല്ലാവർക്കും സൺഡേ വ്ളോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് യൂണിഫോമിലുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദുബായ് ലേ ഓവർ കഴിഞ്ഞിട്ട് ബാക്ക് ടു ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം എയർപോർട്ട് എത്തി. ഞാൻ ദുബായ് എയർപോർട്ടിൻ്റെ കാര്യം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് നമ്മളിങ്ങനെ മെട്രോയിൽ കയറിയിട്ടൊക്കെ വേണം നമ്മുടെ ഡിപ്പാച്ചേഴ്സിലേക്ക് എത്താനായിട്ട്. സോ എയറോ ബ്രിഡ്ജ് വഴി നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ സെയിം ജോബ് തന്നെയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് ഇൻ ഓൾ ഓഫ് ദ വീഡിയോസ്. സോ ഇത് ടേക്ക് ഓഫിന് ശേഷം ഞാൻ സർവീസിന് പോകുന്നതിൻ്റെ മുൻപായിട്ട് എൻ്റെ ഏപ്രിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റിൽ ഡു റിമെമ്പർ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഏപ്രിലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അത് ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു ദിസ് ഏപ്രിൽ വാല വീഡിയോ. സോ ഏപ്രിലിനൊക്കെ ആയിട്ട് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസിന് പോയി. അങ്ങനെ സർവീസ് കഴിഞ്ഞാകെ ക്ഷീണിച്ച് ഭയങ്കര വിശപ്പായിട്ട് ഞാൻ എന്തോ കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ലഞ്ച് ടൈം ആയിരുന്നു. നമ്മൾ ടൈമിനൊന്നുമല്ല ഫുഡ് കഴിക്കുക, പക്ഷേ നമ്മുടെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. സ്പെഷ്യലി വെൻ ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കുറേ ടൈം ഉണ്ടാവും ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക എൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ ഫ്രൈഡ് റൈസും ചില്ലി മഞ്ചൂരിയൻ അങ്ങനെ എന്തോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡിനെ കുറിച്ച് ഒരുപാട് ക്വയറീസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ കമൻറ്റ് ബോക്സിൽ. ആസ് ഇൻ പാസഞ്ചറിന് വരുന്ന മീൽസ്, അതുപോലെ ക്രൂവിനും ക്യാപ്റ്റനും വരുന്ന മീൽസ് എല്ലാം ഒരുമിച്ചാണോ വരിക എന്നുള്ളത്. ആക്ച്വലി നമുക്കിപ്പോൾ 2 സെക്ടറിനുള്ള മീൽസ് ഒക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സെക്ടറിനുള്ളത് ഡ്രൈ ഐസ് ഇട്ടിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് തരും കേട്ടോ. നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അല്ല ഇനി ഒരു സെക്ടറിനാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അവർ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യണ മീൽസ് ആയിരിക്കും. പാസഞ്ചേഴ്സിന് വരുന്ന മീലും ക്രൂവിന് വരുന്ന മീലും ഒരുമിച്ചാണ് അപ്ലിഫ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ മെനുവിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ആസ് ഇൻ പാസഞ്ചേഴ്സ് അവർ ബുക്ക് ചെയ്ത മീൽസ് ആയിരിക്കും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ക്രൂവിന് സ്റ്റാൻഡേർഡ് മെനു ആയിരിക്കും. അത് ഓരോ 3 months കഴിയുമ്പോഴും ഈ മെനു ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം ഒരുമിച്ചാണ് അപ്ലിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഹീറ്റിംഗ് ഗൈഡ് ലൈൻസ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ മെനുവൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ബ്രൗണീസ്, ഡെസേർട്ട് ഐറ്റംസ് ഇതെല്ലാം ഉണ്ടാവും മീൽസിൻ്റെ കൂടെ. അങ്ങനത്തെ ഒരു ചോക്കോ ചിപ്പ് കപ്പ് കേക്ക് ആണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ബാക്ക് ടു വർക്കിലേക്ക് കിടക്കുകയാണ്. അതായത് നമുക്ക് ലാൻഡ് ആവുന്നതിൻ്റെ മുൻപ് കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആഫ്റ്ററിൽ വർക്ക് ചെയ്യണ ക്രൂ ആണെങ്കിൽ ക്ലോസിംഗ് കൗണ്ടർ എടുത്തിട്ട് കേറ്ററിംഗ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പാസഞ്ചറിൻ്റെ കാർട്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ കപ്പ് നൂഡിൽസ്, പോഹ, ഉപ്മ അങ്ങനെ വരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കൗണ്ട് എടുത്തിട്ട് എല്ലാത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കണ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബുലൻസ് ആയത് കാരണം ചെറുതായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഫോൺ എങ്ങാനും വീഴുമെന്ന്. അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ടർബുലൻസ് വന്നപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. സോ ഞാൻ ഏപ്രിലെല്ലാം അഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും നമ്മൾ ഈ ഏപ്രിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൺലി ഫോർ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഏപ്രിൽ യൂസ് ചെയ്യുക. സോ ഞാൻ എൻ്റെ ഏപ്രിൽ ഊരി മടക്കി എടുത്ത് വെച്ചു. ഓൾസോ ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിരുന്നു, അതെന്താ വെള്ളം കുടിക്കേണ്ട കാര്യം പറഞ്ഞേ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്. സോ ദ തിങ് ഈസ് നമ്മുടെ ഒരു പ്രഷറൈസ്ഡ് ക്യാബിനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാനും പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആവാനും ഭയങ്കര ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്രൂവും നേരിടുന്ന ഒരു സംഭവമാണ് ഈ കൈ കാലൊക്കെ ഇങ്ങനെ ഡ്രൈ ആവണത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ലോഷൻ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടും ലാൻഡിങ്ങിന് മുൻപായിട്ടും ഒരു വട്ടമെങ്കിലും യൂസ് ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ ഈ ലോഷൻ, ഹാൻഡ് ക്രീം ഒക്കെ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും ലാൻഡായതിന് ശേഷം ആദ്യം കാണുന്നത് ജോർജണ്ണയാണ്. അങ്ങനെ ജോർജണ്ണക്ക് ഒരു ബൈ കൊടുത്തിട്ട് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി കേട്ടോ. നമ്മൾ ലാൻഡ് ആയപ്പോൾ തന്നെ അവിടെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ലാൻഡ് ആയപ്പോൾ ഭയങ്കര അടിപൊളി വെതറായിരുന്നു കേട്ടോ. ആസ് ഇൻ ഭയങ്കര വെയിലും ഇല്ല എന്നാൽ മഴയില്ല. എനിക്കിങ്ങനെ വെയിലും മഴയില്ലാതെ നിൽക്കണ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ഫ്ലൈറ്റ് ചെയ്തത് ദുബായിൽ നിന്നായത് കാരണം വന്നതിന് ശേഷമാണ് കേട്ടോ ഈ BA ചെയ്യുന്നത്. BAയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രെത്ത് അനലൈസറാണ്. നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണിത്. ഇത് നമ്മൾ എല്ലാ ഫ്ലൈറ്റിനെയും മുൻപാണ് ചെയ്യുക. പക്ഷേ ഇൻ കേസ് നമ്മൾ ഈ ഒരു ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് ഇല്ലാത്തൊരു സ്റ്റേഷൻ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഷൻ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം, അതായത് ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ആയതിനു ശേഷമാണ് ഈ ഒരു BA ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ BA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ BA ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഹോട്ടലിലേക്ക് കോൾ ചെയ്തു എത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വണ്ടി അയക്കും. ആ വണ്ടിയിലാണ് കയറി പോകേണ്ടത്. ഇതാണ് നമ്മുടെ എന്നത്തെയും ഒരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. സോ ഇതേ എല്ലാവരുടെയും BA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും ചെക്കൗട്ടും ചെയ്തിട്ട് ക്യാബ് വന്നപ്പോൾ, ക്യാബല്ല ബേസിക്കലി നമ്മൾ അമൃത്സറിൽ ലാൻഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വലിയ വണ്ടിയാണ് വരിക. അത് വന്നതിന് ശേഷം നമ്മളുടെ വണ്ടി കയറി. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ സെറ്റ് ഓഫ് ക്രൂ ഇതാണ്. നേരത്തെ പറഞ്ഞ 2 ഗേൾസ് ആൻഡ് ബാക്കിലിരിക്കുന്ന 2 ബോയ്സ് ആണ്. നല്ല അടിപൊളി സെറ്റ് ഓഫ് ക്രൂ ആണ് കേട്ടോ. അങ്ങനെ ഈ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കങ്ങനെ മേക്കപ്പിനോട് ഭയങ്കര ഹേറ്റ്രട്ടോ വെറുപ്പോ അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷേ നമ്മൾ ഫോർ എ ലോങ് ടൈം നമ്മുടെ ഫേസിൽ മേക്കപ്പ് വെക്കുന്നത് അത്ര നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ സ്കിൻ. സോ നമ്മൾ എത്രത്തോളം, ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രത്തോളം മേക്കപ്പ് ഫ്രീ ആക്കി വെക്കാൻ പറ്റുമോ വെൻ ഇറ്റ്സ് നോട്ട് റിക്വയർഡ്, ഞാനത് ചെയ്യാറില്ല. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ആപ്ലിക്കബിൾ ടു എല്ലാ ക്യാബിൻ ക്രൂവും. അല്ലെങ്കിൽ ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ പ്രൊഫഷനിൽ ഒരു ഭാഗമാവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ഈ മോഡൽസിനൊന്നും മേക്കപ്പ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ക്യാബിൻ ക്രൂ ആയാലും ശരി. അങ്ങനെ മേക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊഫഷൻസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾസോ ഹെയർ ആണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. ഞാൻ ഈ എപ്പോഴും പോണി ടെയിൽ കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ഊരുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പോണി ടെയിൽ അല്ലാതെ വേറെ ഒന്നും പ്രിഫർ ചെയ്യാറില്ല. മേ ദാറ്റ് ബി ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും ശരി, ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും ശരി. ഇപ്പം റീസെൻ്റ്ലി ഇടുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ ഒരു പോണി ടെയിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഐ നോ ഐ ഹാവ് ടു ഡു സംതിങ് വിത്ത് മൈ ഹെയർ. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ്. ഇതൊരു സ്റ്റൈലൊന്നുമല്ല, ആക്ച്വലി ഇതെൻ്റെ ഒരു കംഫർട്ട് ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓക്കെയാണ്. ആൻഡ് ഭയങ്കര ഫ്രീ ആയതുപോലെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ. സോ നെക്സ്റ്റ് നമ്മളിത് യൂണിഫോം ആക്സറീസ് ആയിട്ടുള്ള കറുത്ത മാല, കമ്മൽ, നെയിം ബാഡ്ജ്, വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാച്ച് കമ്പൽസറി ആണോ എന്നുള്ളത്. സോ വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സിൽ സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ആൻഡ് എയർലൈൻസ് ഈ കമ്പനി പറയുന്ന വാച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ സ്മാർട്ട് വാച്ചസും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അവർ പറയുന്ന ടൈപ്പ് ഓഫ് വാച്ചസ് മാത്രം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനലി മൈസലർ വാട്ടർ ആൻഡ് കോട്ടൺ പാഡ് എടുത്തിട്ട് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഓൾസോ ഇന്നലെ ലൈവ് വന്നപ്പോൾ ആരോ എന്നോട് ചോദിച്ചിരുന്നു സ്കിൻ ടോണിനെ കുറിച്ചിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ക്ലാരിറ്റിയും കൂടിയും തരാമെന്ന് വിചാരിച്ചു. ആരോ എപ്പോഴോ പണ്ട് പറഞ്ഞ കാര്യമാണ് തോന്നുന്നു ഈ സ്കിൻ ടോണിനെ കുറിച്ചിട്ട് ഭയങ്കര തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യം. എവിടെയും സ്കിൻ ടോണിനെ കുറിച്ചിട്ട് ഒരു ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന പ്രൊഫഷനിൽ പറയണില്ല കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സ്കാർസിനെ കുറിച്ചിട്ടും പിമ്പിൾസിനെ കുറിച്ചിട്ടും ടാറ്റൂസിനെ കുറിച്ചിട്ടും ഈവൻ സ്കിൻ ടോണിനെ കുറിച്ചിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. ബട്ട് അഗൈൻ ആൻഡ് അഗൈൻ ഇത് ചോദിക്കുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ക്ലാരിറ്റി തന്നെ തരണം എന്ന്. സോ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന പ്രൊഫഷന് സ്കിൻ ടോൺ ഒരു മാറ്ററേ അല്ല കേട്ടോ. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഓൾ വാട്ട് മാറ്റേഴ്സ് ഇസ് കോൺഫിഡൻസും ലാംഗ്വേജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്യാബിൻ ക്രൂ ആവാൻ പറ്റും. ആൻഡ് ഏതൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടോൺ വെച്ചിട്ട് ആരെയും ജഡ്ജ് ചെയ്യില്ല. ഈവൻ ഒരു ക്രൈറ്റീരിയയിൽ പോലും മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ ഈ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പം തന്നെ മാറ്റിവെച്ചോ. ഇങ്ങനത്തെ ഒരു സംഭവമേ ഈ പ്രൊഫഷനിലില്ല കേട്ടോ. അങ്ങനത്തെ എൻ്റെ മേക്കപ്പ് റിമൂവൽ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ മേക്കപ്പ് ഇടുന്നത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം മേക്കപ്പ് റിമൂവ് ചെയ്യാനും. ബിക്കോസ് എൻ്റെ ഒരു സ്കിന്നിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ഒരുപാട് നേരം വെച്ചിരുന്നാൽ എന്തായാലും പിമ്പിൾസ് വരും. സോ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് മേക്കപ്പ് റിമൂവ് ചെയ്യുക ആൻഡ് കുളി കഴിഞ്ഞതിന് ശേഷം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. സ്കിൻ കെയറിൽ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മേക്കപ്പിൻ്റെ ആവശ്യം പോലും വരില്ല. സോ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ഉറക്കം, അതാണ് എല്ലാ ഡ്യൂട്ടിക്കും ശേഷമുള്ള എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് ഐ വോണ്ട് ടു നോ ഇറ്റ് ഫ്രം ഓൾ ഓഫ് യു. ഒരു ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണം. ഈ ഞാൻ സൺഡേ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ലോങ് വീഡിയോ ഇടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഈ ലോങ് വീഡിയോ വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ മീ. ആൻഡ് ഞാൻ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തേക്കാണ്, ഞാൻ എല്ലാ സൺഡേയും ലോങ് വീഡിയോസ് ഇടും എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ടോപ്പിക്സ് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും കൂടി സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. നെക്സ്റ്റ് സൺഡേ ലോങ് വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റാ.